അജയ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു യുഎഇയിലെ ആമസോണിൻ്റെ ഡേറ്റാ സെൻറ്ററിന് നേരെ ആക്രമണമുണ്ടായെന്ന്. പ്രത്യേകിച്ചും ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് ആ രീതിയിലുള്ളൊരു ആക്രമണം ഉണ്ടായത്. നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ്? അതിൻ്റെ പ്രവർത്തനം ഒരു തടസ്സപ്പെടുന്നൊരു സാഹചര്യമുണ്ടോ? ഡാറ്റാ സെൻറ്റർ അല്ലെങ്കിൽ ഈ ആമസോണിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കെട്ടിടം ആക്രമണത്തിന് വിധേയമായിട്ടുള്ള റിപ്പോർട്ടുകളില്ല. എന്നാൽ അവർക്ക് ഈ കണക്ഷൻ പ്രശ്നങ്ങൾ ഇവിടെ നിന്ന് നിരന്തരം നേരിടുന്നു. അതുപോലെ തന്നെ പവർ കണക്ടിവിറ്റി ഇഷ്യൂസ് ഒക്കെ വരുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു പക്ഷേ ഇവിടെ ഈ ആമസോൺ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണമാകണം എന്നില്ല. ഇത് അവിടെയുള്ള ഈ ബഹ്റൈനിലും യുഎഇയിലുമുള്ള പല പവർ ഫെസിലിറ്റീസും ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഓയിൽ റിഫൈനറികളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവഴിയെല്ലാം ഒരു പവർ ഫ്ലക്ച്വേഷൻ, ഒരു പവർ ലോസ് ഉണ്ടായതാകാം ചിലപ്പോൾ ഇത്തരം ഒരു പ്രതിസന്ധിക്ക് കാരണമായത്. എന്തായാലും ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആമസോൺ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മേഖലയിലുള്ള പൗരന്മാരെ സംബന്ധിച്ചും ഇപ്പോൾ ആശങ്ക തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം അജയ്, ജെറുസലേമിൽ ഇറാന്റെ ആക്രമണമുണ്ടായി 9ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളുണ്ട്. എപ്പോഴായിരുന്നു ഈ ജെറുസലേം കേന്ദ്രീകരിച്ചുള്ള ഇറാന്റെ ആക്രമണം? വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ ഈ പല രാജ്യങ്ങൾ ജെറുസലേമിൽ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ അവിടെ കടുത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. നിരന്തരം സൈറനുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കടുത്ത രീതിയിലുള്ള ആക്രമണം തന്നെ അവിടെ പല മേഖലകളിലും നടന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ US-ന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു ആദ്യഘട്ടത്തിൽ ആക്രമണം നടന്നിരുന്നതെങ്കിൽ പിന്നീട് മറ്റ് പല മേഖലകളിലേക്ക് കൂടി ഈ ആക്രമണം അത് പടരുകയായിരുന്നു. ഇപ്പോൾ പ്രധാനമായിട്ട് പല പുതിയ റിപ്പോർട്ടുകളെല്ലാം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ US-ഇസ്രായേലി അറ്റാക്ക് കാരണം ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിലുള്ള 131 നഗരങ്ങളെങ്കിലും അഫക്റ്റഡ് ആയിട്ടുണ്ട് എന്നാണ് ഒരു സർവേ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ പല മേഖലകളും നിശ്ചലമാകുന്ന ഒരവസ്ഥയുണ്ട്. മേഖലകളിൽ ഈ 3 രാജ്യങ്ങളും സംഘർഷം തുടർന്നാൽ ഇത് കൂടുതൽ രാജ്യങ്ങളെ അടക്കം ബാധിക്കാനുള്ള, കൂടുതൽ നഗരങ്ങളുടെ പ്രവർത്തനത്തെ ഉൾപ്പെടെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിന്റെ പ്രവർത്തനം ഇപ്പോൾ ഏറെക്കുറെ നിലച്ച മട്ടാണ്. നിരവധി ഇന്ത്യക്കാർ, മലയാളികൾ ഈ രാജ്യങ്ങളിലൊക്കെ, ഈ പ്രശ്നബാധിത രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? പ്രത്യേകിച്ചും അവരെ തിരികെ നാട്ടിലെത്തിക്കേണ്ടതായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല നിരവധി വിമാന സർവീസുകളടക്കം, ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളടക്കം റദ്ദാക്കിയൊരു സാഹചര്യങ്ങളുണ്ടല്ലോ അജയ്. തീർച്ചയായിട്ടും ഇപ്പോൾ വിമാന സർവീസുകൾ ഏറെക്കുറെ റദ്ദാക്കി അത്തരത്തിൽ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ മേഖലയിൽ ഇപ്പോൾ നിരവധി ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് പശ്ചിമേഷ്യയിലുള്ളത്. പക്ഷേ ഇവരൊന്നും ജോലി ചെയ്യുന്ന മേഖലകളിലേക്ക് അല്ലെങ്കിൽ ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നിലവിൽ ആക്രമണങ്ങളൊന്നും ബാധിച്ചിട്ടില്ല. പക്ഷേ അവരെ ഇൻഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ബാധിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഈ ജോലി സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രതിസന്ധികളുണ്ട്. അല്ലാതെ അവരുടെ ജീവന് തന്നെ ആപത്ത് ഉണ്ടാകുന്ന രീതിയിൽ അത്തരം വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ ഇന്ത്യൻ എംബസി അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറെല്ലാം എല്ലാവർക്കും മെസ്സേജ് ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടവും പ്രത്യേകിച്ച് ഓരോ മണിക്കൂറുകൾ ഇടവിട്ടും നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന അവിടെയുള്ള മലയാളികൾ പറയുന്നത് അവർക്ക് ജനാലകൾക്കരികിൽ കിടന്നുറങ്ങുന്നത് അല്ലെങ്കിൽ ജനാലകൾക്കരികിൽ നിൽക്കുന്നത് രാത്രി സമയത്ത് ഒഴിവാക്കണം എന്നാണ് ഒരു നിർദ്ദേശം അവിടെ ഭരണകൂടത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. പല മലയാളികളും വീഡിയോസൊക്കെ ഈ ഇൻസ്റ്റാഗ്രാം വഴി ഷെയർ ചെയ്തിട്ടുള്ളത് കാണാൻ നമുക്ക് സാധിക്കുന്നത്. ആകാശത്ത് പല ഈ ഡ്രോണുകളും അതുപോലെ മിസൈലുകളും ഒക്കെ ആകാശത്തിലൂടെ പോകുന്ന ചില ദൃശ്യങ്ങളെല്ലാം അവർ ഷെയർ ചെയ്തിരുന്നു. അല്ലാതെ അവരുടെ താമസ മേഖലകളിലേക്ക് ഇപ്പോൾ നിലവിൽ ഈ ആക്രമണം ഉണ്ടായിട്ടില്ല എന്നൊരു പശ്ചാത്തലമുണ്ട്. കൂടുതലായിട്ട് തുറമുഖങ്ങളെ, അതുപോലെ തന്നെ
എസിൻ്റെ കേന്ദ്രങ്ങളെ, അതുപോലെ ഇത്തരത്തിൽ പ്രത്യേക അവരുടെ നയതന്ത്ര കേന്ദ്രങ്ങളെ തുടങ്ങിയിട്ടാണ് ഇത്തരത്തിൽ ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇന്ത്യക്കാർക്കോ അല്ലെങ്കിൽ മലയാളികൾക്കോ എന്തെങ്കിലും പരിക്കേറ്റതായിട്ടോ അല്ലെങ്കിൽ ആക്രമണം അവരെ നേരിട്ട് ബാധിച്ചതായിട്ടോ മറ്റ് സംഭവങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട്. ഈ ആക്രമണം ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പലതരത്തിലും അത് ഇന്ത്യയെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. UAE പ്രസിഡന്റിനോട് നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവിധ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ തങ്ങളുടെ പൗരന്മാരെ സുരക്ഷിതമാക്കാനുള്ള നടപടികൾ ഈ നയതന്ത്ര ബന്ധത്തിൽ തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരിട്ട് പെട്ടെന്ന് അവിടെ ചെന്നിട്ടുള്ള ഒരു റെസ്ക്യൂ മിഷൻ ഓപ്പറേഷൻ മുൻപ് ഇറാഖിൽ ഉൾപ്പെടെ നടത്തിയതിന് സമാനമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഇപ്പോൾ നിലവിൽ നടത്തേണ്ട സാഹചര്യമില്ല. എന്തായാലും അത്തരം ഒരു സാഹചര്യം ഉടലെടുത്ത് വരികയാണെങ്കിൽ ഇന്ത്യ അതിനും സജ്ജമാണ് എന്ന് തന്നെയാണ് അധികൃതരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. ഇറാന് നേരെ US ഇസ്രായേൽ സംയുക്താക്രമണം 3-ാം ദിവസവും തുടരുകയാണ്. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെയാണ് ജെറുസലേമിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായത്. 9 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുവൈത്തിലും US-ന്റെ പോർ വിമാനങ്ങൾ ഇറാൻ തകർത്തതായിട്ടുള്ള വിവരങ്ങളുമുണ്ട്. എന്തായാലും വലിയ ആശങ്കയിലാണ് അവിടെ താമസിക്കുന്ന ഈ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ താമസിക്കുന്ന ആളുകൾ. ഈ ഒരു പ്രശ്നം, ഈ ഒരു പ്രതിസന്ധി, യുദ്ധത്തിൻ്റെ സമാനമായ സാഹചര്യം ഇനി എത്ര നാൾ കൂടി നീണ്ടുപോകും എന്നത് ആശങ്കയോടെയാണ് ലോകം കാണുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.